വെൽക്കം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. 6ാം ക്ലാസ്സിലെ ബേസിക് സയൻസിൻ്റെ ഒന്നാമത്തെ ചാപ്റ്റർ കുഞ്ഞുങ്ങളെ ഫുഡ് ഫോർ ഹെൽത്ത് അല്ലെങ്കിൽ ആഹാരത്തിലൂടെ ആരോഗ്യം. നമ്മളതിൻ്റെ 1ഉം 2ഉം പാർട്ട് ഇട്ടിട്ടുണ്ട്. അതായത് നമ്മൾ ടെസ്റ്റ് വായിച്ചിട്ടാണ് ക്വസ്റ്റ്യൻ ആൻസർ എഴുതുന്നത്. മലയാളം മീഡിയക്കാർക്കും ഇംഗ്ലീഷ് മീഡിയക്കാർക്കും വേണ്ട, നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എല്ലാത്തിൻ്റെയും മലയാളവും ഇംഗ്ലീഷും ഉണ്ട്. അങ്ങനെ നമ്മൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? കണ്ട, ഇത് കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങളെ? കണ്ടോ, 1ഉം 2ഉം പാർട്ട് കയറി കാണണം. അപ്പോൾ ഇതിനകത്ത് ന്യൂട്രിയൻസ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട, എന്ന് വെച്ചാൽ പാഠം തന്നെ ന്യൂട്രിയൻസ് പോഷകാഹാരത്തെക്കുറിച്ചാണ്. അതിനകത്തിൽ ഒന്നാമത്തെ ആളാണ് കാർബോഹൈഡ്രേറ്റ്സ്. അതിനെക്കുറിച്ച് നമ്മൾ ടെസ്റ്റ് നല്ലതുപോലെ വായിച്ചിട്ട് അതിനെക്കുറിച്ച് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ അതിനകത്തിൽ എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ്, അതിനകത്തിലും വേറെ ക്വസ്റ്റ്യനുകളൊക്കെ ഉണ്ടല്ലോ. കാർബോഹൈഡ്രേറ്റ്സ് അടങ്ങിയ ഫുഡുകൾ ഏതൊക്കെയാണ് കണ്ടോ, അതിൻ്റെ എല്ലാം മലയാളവും ഇംഗ്ലീഷും ഉണ്ട്. പിന്നെ നമ്മൾ മില്ലറ്റ്സ് എന്ന് വെച്ചാൽ ചെറുധാന്യങ്ങളെക്കുറിച്ച് പഠിച്ചായിരുന്നു. 15 പിന്നെ 16ാമത്തെ പ്രോട്ടീനുകളെക്കുറിച്ച് നമ്മൾ പഠിച്ചു. പ്രോട്ടീൻ്റെ ധർമ്മങ്ങൾ എന്തെല്ലാമാണ്? വാട്ട് ആർ ദ ഡിസീസസ് കോസ്ഡ് ബൈ ദ ഡെഫിഷ്യൻസി ഓഫ് പ്രോട്ടീൻ, അല്ലേ? പ്രോട്ടീൻ്റെ കുറവ് മൂലം നമുക്കുണ്ടാകുന്ന രോഗങ്ങൾ എന്തെല്ലാമാണ്? ഫാറ്റ്, കൊഴുപ്പിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. അങ്ങനെ കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങളെ? അങ്ങനെ നമ്മൾ 21 അതായത് കൊളസ്ട്രോൾ വരെയാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ വായിച്ചിട്ട് ക്വസ്റ്റ്യൻ ആൻസർ എഴുതിയത്. നിങ്ങൾ 1ഉം 2ഉം പാർട്ട് കയറി കണ്ടിട്ട് മൂന്നാമത്തെ നമ്മുടെ വിറ്റാമിനുകൾ തൊട്ടാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ. നിങ്ങളെ വിറ്റാമിനുകൾ തൊട്ടാണ് ഇന്ന് നമ്മൾ വായിച്ചിട്ട് ക്വസ്റ്റ്യൻ ആൻസർ എഴുതാൻ പോകുന്നത്. നമുക്ക് ടെസ്റ്റ് ആദ്യമേ ഒന്ന് വായിക്കാം, വായിച്ചിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ എടുക്കാം. ഓക്കെ, നോക്കൂ, ഞാൻ നമ്മുടെ ഫസ്റ്റ് പേജിൽ തന്നെ ഒരു ഡോക്ടറെ ഒരു അമ്മയും മോളും വന്ന് കാണുന്നുണ്ട്, അല്ലേ? ഫസ്റ്റ് പേജിൽ തന്നെ അതിനെക്കുറിച്ചൊരു സംസാരമുണ്ടായിരുന്നു. 2ാമത്തെ പേജിൽ കുട്ടികൾ കളിക്കുന്നതിനെക്കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചുമൊക്കെയാണ്. മൂന്നാമത് അതായത് കാർബോഹൈഡ്രേറ്റ്സിനെ കുറിച്ച് നമ്മൾ നല്ലതുപോലെ ഒന്ന് അറിഞ്ഞിരിക്കണേ നിങ്ങൾ കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് 2ാമത്തെയാണ് പ്രോട്ടീൻ, അല്ലേ? പ്രോട്ടീനുകളെക്കുറിച്ച് ആ ഓർഡർ കറക്റ്റായിട്ട് അറിയണം കേട്ടോ. കാർബോഹൈഡ്രേറ്റ്സ് ഒന്നാമത്തത്, ഇതിനകത്ത് കാർബോഹൈഡ്രേറ്റ്സ് 1, പ്രോട്ടീൻ 2, ഫാറ്റ്സ് 3 കേട്ടോ. കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്, ഫാറ്റ് എന്ന് വെച്ചാൽ കൊഴുപ്പാന്നേ കുഞ്ഞുങ്ങളെ. ഈ 3 എണ്ണത്തിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇനി 4ാമത്തത് ഏതാണ്? വിറ്റാമിനുകളെ കുറിച്ചാണ് കേട്ടോ. വിറ്റാമിൻസ് ടെസ്റ്റ് എല്ലാവരെയും കിട്ടിയോ കുഞ്ഞുങ്ങളെ? ടെസ്റ്റ് മലയാളം മീഡിയക്കാർക്കും ഇംഗ്ലീഷ് മീഡിയക്കാരും കണ്ടായിരുന്നോ? അപ്പോൾ വിറ്റാമിൻസ് നമുക്ക് വായിക്കാം. ഹാവ് യു ഹേർഡ് ഓഫ് വിറ്റാമിൻസ് എന്ന് വെച്ചാൽ എന്താ? വിറ്റാമിനുകൾ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? Have you heard of vitamins? Vitamins are essential nutrients required in small quantity for the growth and health of our body. എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൻ്റെ വളർച്ചയ്ക്കും ആരോഗ്യത്തിനും ചെറിയ അളവിൽ അത്യാവശ്യമുള്ള ഒരു പോഷക ഘടകമാണ് ഈ വിറ്റാമിനുകൾ കേട്ടോ. ലെറ്റ്സ് അണ്ടർസ്റ്റാൻഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് വിറ്റാമിന്. നോക്കൂ കുഞ്ഞുങ്ങളെ, നമുക്ക് ഇതിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി മനസ്സിലാക്കിയാലോ? എന്താണ് ഈ വിറ്റാമിനുകളെ കുറിച്ചൊക്കെ നമുക്ക് നോക്കിയാലോ? അതിനകത്തിൽ നോക്കിക്കേ, ഒരു കോൺവെർസേഷൻ അതിനകത്ത് പറയുന്നുണ്ട്, ഒരു സംഭാഷണം നോക്കിയേ. ഒരു ഡോക്ടർ അവിടെ ഇരിപ്പുണ്ട്, അല്ലേ? നോക്കിക്കേ, ഡോക്ടർ, മൈ സൺസ് ഗം ബ്ലീഡ്സ് whenever he brushes his teeth and chew solid food. What is the reason? ഡോക്ടർ, എൻ്റെ മകൻ പല്ല് തേക്കുമ്പോഴും കട്ടിയുള്ള ആഹാര സാധനങ്ങൾ ചവയ്ക്കുമ്പോഴും മോണയിൽ നിന്നും രക്തം വരുന്നുണ്ട്. എന്താ ഡോക്ടർ അതിന് കാരണം? അപ്പം ഡോക്ടർ പറയുന്നത് എന്താ? ബ്ലീഡിങ് ഗം മേ ബി ഡ്യൂ ടു വിറ്റാമിൻ ഡെഫിഷ്യൻസി. ഫുഡ് റിച്ച് ഇൻ വിറ്റാമിൻ സി ഷുഡ് ബി ടേക്കൺ എലോങ് വിത്ത് മെഡിസിൻ. മോണയിലെ രക്തസ്രാവം വിറ്റാമിൻ്റെ കുറവ് മൂലം ചിലപ്പോൾ ഉണ്ടാകുന്നതായിരിക്കും, അല്ലേ? അപ്പോൾ ഒരു കാര്യം ചെയ്യുക, നിങ്ങൾ മരുന്നിനൊപ്പം വിറ്റാമിൻ സി ധാരാളം അടങ്ങിയ ഭക്ഷണം കൂടി കഴിക്കണം. മരുന്ന് കഴിക്കുവാണെങ്കിൽ അതിൻ്റെ കൂടെ എന്താ? വിറ്റാമിൻ സി അടങ്ങിയ ആഹാരം. നമ്മൾ വിറ്റാമിനുകളെക്കുറിച്ചാണ് നിങ്ങളെ പഠിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി എല്ലാം വിറ്റാമിനാണ്. ഓക്കെ, ഇനി അപ്പോൾ ആ കൊച്ചു പറയും, ഡോക്ടർ, ആർ ദീസ് വിറ്റാമിൻസ് ലൈക്ക് എ ആൻഡ് ബി? അപ്പോൾ വിറ്റാമിനുകൾ എയും ബിയും എന്നൊക്കെ ഉണ്ടോ ഡോക്ടർ? കേട്ടോ, ഡോക്ടർ പറഞ്ഞ എന്താ? മോണയിലെ രക്തസ്രാവം വിറ്റാമിൻ്റെ കുറവ് മൂലമാകാം. അപ്പം നിങ്ങളൊരു കാര്യം ചെയ്യും, മരുന്നിനൊപ്പം വിറ്റാമിൻ സി ധാരാളം അടങ്ങിയ ഭക്ഷണം നിങ്ങൾ കഴിക്കാൻ പറഞ്ഞപ്പോൾ ഈ കുട്ടി അവിടെ നിന്ന് വെച്ചേ, ഈ വിറ്റാമിനകത്തിൽ എയും ബിയും സിയും എന്നൊക്കെ ഉണ്ടോ? ഇല്ലേ ഡോക്ടർ? ആർ ദീസ് വിറ്റാമിൻ ലൈക്ക് എ ആൻഡ് ബി? അപ്പോൾ വിറ്റാമിനുകൾ എയും ബിയും ഒക്കെ ഉണ്ടോ ഡോക്ടർ എന്നാണ് ചോദിക്കുന്നത്. ഡു യു ഹാവ് ദ സെയിം ഡൗട്ട്? നിങ്ങൾക്ക് ഈ കുട്ടികളുടെ സംശയം നിങ്ങൾക്കും ഉണ്ടോ കുഞ്ഞുങ്ങളെ? ഉണ്ടോ? വിറ്റാമിനുകൾ ഇങ്ങനെ പല പേരിലുണ്ടോ? വിറ്റാമിൻ എ, ബി, സി, ഡി,
അല്ലേ, ഇങ്ങനെ ഉണ്ട്. നമുക്കിനി അതിനെക്കുറിച്ചാണ് പഠിക്കുന്നത്. നോക്കിക്കേ, അനലൈസ് ദ ടേബിൾ ഗിവൺ ബിലോ ടു അണ്ടർസ്റ്റാൻഡ് ദ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് വിറ്റാമിൻസ് ആൻഡ് ദെയർ സിഗ്നിഫിക്കൻസ്. വിവിധ തരം വിറ്റാമിനുകൾ ഏതെന്നും അവയുടെ പ്രാധാന്യം എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ നമുക്കൊരു പട്ടിക തന്നിട്ടുണ്ട്. അതാണ് ഇപ്പുറത്തെ സൈഡിൽ കാണാൻ പറ്റുന്നുണ്ടോ? പേജ് നമ്പർ 15 കുഞ്ഞുങ്ങളെ ഒരു പട്ടിക തന്നിട്ടുണ്ട്. വിറ്റാമിനും അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? പ്രാധാന്യം. നിങ്ങളുടെയൊക്കെ ശരീരത്തിൽ ഇതൊക്കെ ഉണ്ടോ? വിറ്റാമിൻ എ, വിറ്റാമിൻ ബി, വിറ്റാമിൻ സി ഉണ്ടോ ഇല്ലയോ എന്ന് അറിയുന്നതിന് അതിൻ്റെ എല്ലാം ഓരോ സിഗ്നിഫിക്കൻസ് നോക്കൂ കുഞ്ഞുങ്ങളെ, അതിൻ്റെ പ്രാധാന്യം. വിറ്റാമിൻ എ ഇത് ഞാൻ എഴുതിയിട്ടില്ല, കാരണം എന്താണെന്നറിയോ, ഇത് ബോക്സിൽ ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട് കുഞ്ഞുങ്ങളെ. ബോക്സിൽ നല്ല രീതിയിൽ ഓൾറെഡി തന്നതൊക്കെ ഞാൻ സ്കിപ്പ് ചെയ്യുന്നുണ്ട്, കാരണം അത് വീണ്ടും ഞാൻ എന്തിനാ എഴുതി വെക്കുന്നത് കേട്ടോ. അപ്പോൾ ബോക്സിൽ നിങ്ങൾ അതുപോലെ അങ്ങ് പഠിക്കണം. വിറ്റാമിൻ എയുടെ പ്രാധാന്യം വെച്ചാൽ നമ്മുടെ കണ്ണ്, ത്വക്ക്, തലമുടി എന്നിവയുടെ ആരോഗ്യം വേണമെന്നുണ്ടെങ്കിൽ വിറ്റാമിൻ എ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവണം കേട്ടോ. മെയിൻറ്റെയിൻ ദ ഹെൽത്ത് ഓഫ് ഐസ്, സ്കിൻ ആൻഡ് ഹെയർ. വിറ്റാമിൻ ബി മെയിൻറ്റെയിൻ ദ ഹെൽത്ത് ഓഫ് ബ്രെയിന്, നെർവ്, ഹാർട്ട് ആൻഡ് സ്കിന്ന്. നമ്മുടെ തലച്ചോറ്, ബ്രെയിന്, നെർവ്, നാഡികൾ അല്ലെ ഞരമ്പുകൾ എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, നാഡികൾ, ഹൃദയം അല്ലെ, ഹാർട്ട് ആൻഡ് സ്കിന്ന്, ത്വക്ക് എന്നിവയുടെ എല്ലാം ആരോഗ്യം വിറ്റാമിൻ ബി ആണ് കേട്ടോ. ഇനി അടുത്ത വിറ്റാമിൻ സി ഫോർ ദ ഹെൽത്ത് ഓഫ് ടീത്ത്, ഗമ്മ്, ബ്ലഡ് വെസൽസ് ആൻഡ് ഫോർ ഇമ്മ്യൂണിറ്റി. നമ്മുടെ പല്ല്, മോണ, രക്തക്കുഴലുകൾ കേട്ടോ. ബ്ലഡ് വെസൽസ് എന്ന് വെച്ചാൽ രക്തക്കുഴലുകൾ എന്നിവയുടെ ആരോഗ്യത്തിനും അതുപോലെ തന്നെ ഇമ്മ്യൂണിറ്റി, നമ്മുടെ രോഗപ്രതിരോധ ശേഷിക്കുമൊക്കെ വിറ്റാമിൻ സി നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ്. അടുത്ത വിറ്റാമിൻ ഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർ ദ ടീത്ത് ഓഫ് ബോൺ ആൻഡ് ഹെൽത്ത് ഓഫ് ബോൺ ആൻഡ് ടീത്ത് ആൻഡ് ഫോർ ഇമ്മ്യൂണിറ്റി. ഹെൽത്ത് ഓഫ് ബോണിൻ്റെയും ടീത്തിൻ്റെയും എല്ലിൻ്റെയും പല്ലിൻ്റെയും എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ കുഞ്ഞുങ്ങളെ, അതിൻ്റെ എല്ലാ ആരോഗ്യത്തിന് എന്താ വിറ്റാമിൻ ഡി നമ്മുടെ ശരീരത്തിലുണ്ട്. അതുപോലെ ഇമ്മ്യൂണിറ്റി, രോഗപ്രതിരോധ ശേഷി. വിറ്റാമിൻ ഇയോ പ്രോപ്പർ ഫങ്ഷനിങ് ഓഫ് നെർവ്, നമ്മുടെ നാഡികളുടെ ശരിയായ പ്രവർത്തനം നടക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വിറ്റാമിൻ ഇ നമ്മുടെ ശരീരത്തിൽ അടങ്ങിയിരിക്കണം. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? അടുത്ത വിറ്റാമിൻ കെ എന്ന് വെച്ചാൽ ഫോർ ബ്ലഡ് ക്ലോട്ടിങ് വെൻ വൗണ്ട് ഒക്കർ. നമ്മുടെ ശരീരത്തിൽ വൗണ്ട് എന്ന് വെച്ചാൽ മുറിവ്, എന്തെങ്കിലുമൊക്കെ മുറിവുണ്ടായാൽ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നതാണ് വിറ്റാമിൻ കെ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു 6 വിറ്റാമിനുകളെ കുറിച്ചാണ് പഠിച്ചത്. അത് നല്ലതുപോലെ പഠിക്കണേ കുഞ്ഞുങ്ങളെ. വിറ്റാമിൻ എ മുമ്പ് നമ്മൾ പറഞ്ഞല്ലോ ഏതൊക്കെ വിറ്റാമിനുകളുണ്ട്. വിറ്റാമിൻ എ, വിറ്റാമിൻ ബി, വിറ്റാമിൻ സി, വിറ്റാമിൻ ഡി, വിറ്റാമിൻ ഇ, വിറ്റാമിൻ കെ, മൊത്തം 6 വിറ്റാമിനുകളെ കുറിച്ചാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് കേട്ടോ. അപ്പോൾ ഓരോന്നിൻ്റെയും ജോലി എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മുടെ ശരീരത്തിൻ്റെ നാഡികൾ ശരിയായിട്ട്, നിങ്ങൾക്കതൊക്കെ 1 മാർക്കിന് ചോദിക്കുന്ന, നീ സെപ്പറേറ്റ് എഴുതണോ കുഞ്ഞുങ്ങളെ. അതായത് നമ്മുടെ ശരീരത്തിൻ്റെ നാഡികൾ പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഏത് വിറ്റാമിൻ വേണം? വിറ്റാമിൻ ഇ വേണം അല്ലേ. നമ്മുടെ ത്വക്കിന്, ഹൃദയത്തിനും നാഡികൾക്കും തലച്ചോറിൻ്റെയൊക്കെ പ്രവർത്തനം നല്ല രീതിയിൽ നടക്കണമെങ്കിൽ നമുക്ക് വിറ്റാമിൻ ബി വേണം. നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ഒരു മുറിവുണ്ടായാൽ നമ്മുടെ ബ്ലഡ് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുമല്ലേ, ആ ബ്ലഡ് പെട്ടെന്ന് നിന്ന് കട്ടയായി എന്ന് വെച്ചാൽ വീണ്ടും അത് പോകാതിരിക്കത്തില്ലേ. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് വിറ്റാമിൻ കെ നമ്മുടെ ശരീരത്ത് വേണം. ഇപ്പോൾ പിടികിട്ടിയോ? അവർ തന്നെ ചോദിച്ചിട്ടുണ്ട്, വിച്ച് വിറ്റാമിൻസ് ആർ എസെൻഷ്യൽ ഫോർ ദ ഹെൽത്ത് ഓഫ് ദ സ്കിന്ന്. നിങ്ങളുടെ ത്വക്കിൻ്റെ ആരോഗ്യത്തിന് ആവശ്യമായ വിറ്റാമിനുകൾ ഇതിനകത്തിൽ ഏതാവും ഞങ്ങളെ? ത്വക്ക്, നമ്മുടെ എയും ബിയും വരുന്നുണ്ട് അല്ലേ, അത് ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് ഞാൻ എഴുതിയിട്ടുണ്ട്. വിറ്റാമിൻ ഡി ആവശ്യത്തിന് ലഭിച്ചില്ലെങ്കിൽ എന്തെല്ലാം പ്രശ്നങ്ങളാണ് നമ്മുടെ ശരീരത്തുണ്ടാകുന്നത്? വിറ്റാമിൻ ഡി എല്ലുകൾക്കും പല്ലുകൾക്കും ഒക്കെ കംപ്ലൈൻറ്റാണ് അല്ലേ, അത് ക്വസ്റ്റ്യൻ ആൻസറിലുണ്ടോ നിങ്ങളെ? അടുത്ത് നമ്മൾ വിറ്റാമിൻ ഡി ആൻഡ് ബി കോംപ്ലക്സ്. നമ്മളെ ഹോസ്പിറ്റലിൽ നിങ്ങളൊക്കെ പോയിട്ടുണ്ടാവും നിങ്ങളെ. അപ്പോൾ അത് പറയും നിങ്ങൾക്ക് വിറ്റാമിൻ ഡിയുടെ കുറവാണ്, നിങ്ങളൊരു കാര്യം ചെയ്യും, വിറ്റാമിൻ ബി കോംപ്ലക്സിൻ്റെ കുറേ ഗുളിക വാങ്ങിച്ച് കഴിക്കുന്നതൊക്കെ കേട്ടിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു ഇതായിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഡോക്ടർമാർ പറയുന്നതാണ് അല്ലേ. അപ്പോൾ നമുക്കത് നോക്കാം. വിറ്റാമിൻ ഡി ഈസ് ഒബ്റ്റൈൻഡ് ഫ്രം സൺലൈറ്റ്. Trace amount of it is also obtained from food. This vitamin is essential for the health of bone and teeth and for immunity. Due to the deficiency of vitamin D, the bone in children becomes soft and brittle. This condition is called rickets. Sunlight is good for getting vitamin D. B complex is a group of 8 different vitamins essential for the physiological activities of the body. It play an important role in maintaining health. B complex is essential for cellular health, formation of red blood cells, eyesight, functioning of nerve and cardiac health. എന്ന് വെച്ചാൽ വല്ലോ മനസ്സിലായോ? നമ്മൾ ഈ വിറ്റാമിൻ ഡിയും ബി കോംപ്ലക്സിനെ കുറിച്ചുമാണ് പഠിക്കുന്നത്. സൂര്യപ്രകാശത്തിൽ നിന്നുമാവും ഞങ്ങളെ നമുക്ക് വിറ്റാമിൻ ഡി കിട്ടുന്നത്. എന്താണ്? സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്നതാണ്
വിറ്റാമിൻ ഡി, ഒന്നാമത്തെ ക്ലൂ ഓർത്തോണേ. ഇനി ചെറിയ അളവിൽ നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് ഇത് നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി സൂര്യനിൽ നിന്ന് മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ എന്നൊരു ചോദ്യം വരുത്തില്ല. അല്ല, നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്നും നമുക്ക് കിട്ടുന്നുണ്ട്. എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിനും രോഗപ്രതിരോധ ശേഷിക്കും ഏറ്റവും ആവശ്യമായ ഒരു വിറ്റാമിനാണിത്. വിറ്റാമിൻ ഡിയെക്കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ എല്ലുകൾക്കും പല്ലുകൾക്കുമൊക്കെ ആര് വേണം? വിറ്റാമിൻ ഡി വേണം. അതുപോലെ തന്നെ വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലം കുട്ടികളിൽ എല്ലുകൾ ദുർബലമാവുകയോ അതുപോലെ തന്നെ അങ്ങ് മൃദുവായോ മാറുന്നൊരവസ്ഥയുണ്ട്. നമ്മളതിനെ റിക്കറ്റ്സ്, മലയാളത്തിൽ അതിനെ കണ എന്ന് പറയുന്നൊരു രോഗം. എന്തോ നിങ്ങളെ കണ കേട്ടോ. എന്താ? വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലം നമ്മുടെ ശരീരത്തിലെ എല്ലുകൾ ഒരുമാതിരി വല്ലാതെ, അങ്ങനെയുള്ള കുട്ടികളെ നമുക്ക് കാണുമ്പോഴേ അറിയാം. അവർക്കൊന്നും ഇപ്പോൾ ഓടി നടക്കാനും എടുക്കാനും എപ്പോഴും ഒരുമാതിരി എല്ലുകൾക്കൊന്നും ബലമില്ല, മനസ്സിലായോ? ഒരുമാതിരി കട്ടി കുറഞ്ഞിരിക്കും. അപ്പോൾ അതിന് റിക്കറ്റ്സ് എന്നാണ് പറയുന്നത് കേട്ടോ. വിറ്റാമിൻ ഡി ലഭിക്കുന്നതിന് സൂര്യപ്രകാശം ഏൽക്കുന്നത് നല്ലതാണ്. ഈ ജനിക്കുമ്പോൾ ചില ഡോക്ടർമാർ, അമ്മമാരെടുത്ത് പറയും കുഞ്ഞിനെ ഇളവയിൽ കൊള്ളിക്ക് എന്ന് വെച്ചാൽ രാവിലെയും വൈകിട്ടുമുള്ള ഇളവയിൽ കുളിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തിൽ വിറ്റാമിൻ ഡിയുടെ ഇളവ് ഉണ്ടെന്ന് കേട്ടോ. നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് വളരെ അത്യാവശ്യം വേണ്ട ഒരു കൂട്ടം വിറ്റാമിനുകളാണ് ബി കോംപ്ലക്സ്. നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് വളരെ അത്യാവശ്യം വേണ്ട ഒരു കൂട്ടം വിറ്റാമിനുകളാണ് ഈ ബി കോംപ്ലക്സ് എന്ന് പറയുന്നത്. ഇത് 8 തരം ബി വിറ്റാമിനുകളുടെ കൂട്ടമാണ്. ബി കോംപ്ലക്സ് എന്ന് പറയുന്നതിലും 8 തരം ബി വിറ്റാമിനുകളുടെ കൂട്ടമാണിത്. ആരോഗ്യം നിലനിർത്തുന്നതിൽ വിറ്റാമിൻ ബി കോംപ്ലക്സിന് ഒരു നിർണായകമായ പങ്കുണ്ട് കേട്ടോ. കോശത്തിൻ്റെ ആരോഗ്യം, ചുവന്ന രക്താണുക്കളുടെ വളർച്ച, കാഴ്ചശക്തി, നാഡീ പ്രവർത്തനം, ഹൃദയ സംബന്ധമായ ആരോഗ്യം എന്നിവയ്ക്കെല്ലാം ബി കോംപ്ലക്സ് ആവശ്യമാണ് കേട്ടോ. നമ്മൾ വിറ്റാമിൻ ഡിയെക്കുറിച്ചും അതുപോലെ തന്നെ ബി കോംപ്ലക്സിനെ കുറിച്ചുമാണ് പറയുന്നത്. അത് ഈ മഞ്ഞ ബോക്സിൽ തന്നെ കിടപ്പുണ്ടോ, നിങ്ങൾ ഇനി സെപ്പറേറ്റ് എഴുതണ്ടല്ലോ. വിറ്റാമിൻ ഡിയെക്കുറിച്ചും ബി കോംപ്ലക്സിനെ കുറിച്ച് ചോദിച്ചാൽ ഈ ബോക്സിനകത്തിൽ വായിച്ചിട്ട് മനസ്സിലായ കാര്യങ്ങൾ എഴുതുക എന്നുള്ളൂ കേട്ടോ. ഓക്കെ ആണോ? അടുത്ത പേജ് നമ്പർ 16 നോക്കിക്കേ. വാട്ട് ഫുഡ് ഐറ്റംസ് ഷുഡ് ബി ഇൻക്ലൂഡഡ് ഇൻ ദ ഡയറ്റ് ടു പ്രിവെൻറ്റ് ദ ഫിസിക്കൽ ഇഷ്യൂസ്? കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങളെ? യൂസ്ഡ് ബൈ വിറ്റാമിൻ ഡെഫിഷ്യൻസി. Observe the tables and identify the food items which contains different type of vitamins. Refer book and elaborate the list of adding more food items. ഇത് നമ്മൾ എഴുതിയിട്ടുണ്ട് കേട്ടോ. വിറ്റാമിനുകളും വിറ്റാമിൻ അടങ്ങിയ, ഇപ്പോൾ വിറ്റാമിൻ എ അടങ്ങിയ ഫുഡുകൾ ഏതൊക്കെയാണ്, വിറ്റാമിൻ ബി അടങ്ങിയ ഫുഡുകൾ ഏതൊക്കെയാണ്, അത് ഞാൻ എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കത് നോക്കാം. അടുത്ത് നോക്കിക്കുക. എക്സാമിൻ വെദർ യു ഡെയിലി ഡയറ്റ് ഇൻക്ലൂഡ് ദ ഫുഡ് ഐറ്റംസ് മെൻഷൻഡ് ഇൻ ദ ടേബിൾ. നിങ്ങൾ ഒരു ദിവസം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഭക്ഷ്യവസ്തുക്കൾ ഏതൊക്കെ ഉൾപ്പെടുന്നു എന്ന് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. നോക്കിക്കേ കുഞ്ഞുങ്ങൾ. എഡിബിൾ ലീവ്സ്. എഡിബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? നമുക്ക് കഴിക്കാൻ പറ്റുന്ന, അല്ലേ, നമുക്ക് ചുറ്റുമുള്ള നമ്മൾ കഴിക്കാൻ പറ്റുന്ന ഇലകളുണ്ടല്ലോ, അതാട്ടോ. എഡിബിൾ ലീവ്സ് ആൻഡ് ഫ്രൂട്ട്സ് ഒബ്റ്റൈൻഡ് ഫ്രം അവർ സറൗണ്ടിങ് കണ്ടെയ്ൻ വിറ്റാമിൻസ് ഇൻ അബണ്ടൻസ്. നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്നും കിട്ടുന്ന ഭക്ഷ്യയോഗ്യമായ ഇലകൾ, പഴവർഗ്ഗങ്ങൾ എന്നിവയിൽ വിവിധയിനം വിറ്റാമിനുകൾ ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്നു. അതായത് ഏതൊക്കെയാണെന്ന് നോക്കിയേ കുഞ്ഞുങ്ങളെ, ഏതൊക്കെയാണ് അതിൽ വരുന്നത്? ഹാവ് യു അണ്ടർസ്റ്റുഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഇൻക്ലൂഡിങ് ഫുഡ് ഐറ്റംസ് ലൈക്ക് ഏതാ? മുരിങ്ങ ലീവ്സ്, മുരിങ്ങയില ഉണ്ടല്ലോ അത്. അതുപോലെ തന്നെ സ്പിനാക്ക് എന്ന് വെച്ചാൽ ചീരയില. പിന്നെ ഗുവ എന്ന് വെച്ചാൽ എന്താ കുഞ്ഞുങ്ങളെ? പേരയ്ക്ക, പപ്പായ അല്ലേ, ഓമയ്ക്ക അല്ലേ, ഞങ്ങളുടെ ഇവിടെയൊക്കെ ഓമയ്ക്ക, പപ്പായ അല്ലേ. ആൻഡ് മാങ്ങ ഇൻ അവർ ഡയറ്റ്. മാങ്ങ തുടങ്ങിയ ഭക്ഷ്യവസ്തുക്കൾ ആഹാരത്തിനായി ഉൾപ്പെടുത്തേണ്ടത് ആവശ്യകത എന്തൊക്കെയാണെന്നും ചോദിച്ചിട്ടുണ്ട്. ഇതൊക്കെ എന്തിനാണ് ആവശ്യകത എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അടുത്ത വിറ്റാമിൻ ബി ആൻഡ് സി ആർ വാട്ടർ സൊല്യൂബിൾ, whereas വിറ്റാമിൻ എ, ഡി, ഇ ആൻഡ് കെ ആർ ഫാറ്റ് സൊല്യൂബിൾ. ഇൻ ദ absence of a fat, this vitamin will not be absorbed by the body. Having you understood the importance of including fats in the diet എന്ന് വെച്ചാൽ വിറ്റാമിൻ ബി, സി എന്നിവ വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകളാണ്. ചിലപ്പോൾ ഒരു മാർഗം ചോദിക്കാൻ കുഞ്ഞുങ്ങൾ, ഏതൊക്കെ വിറ്റാമിനുകളാണ് വെള്ളത്തിൽ ലയിക്കുന്നത് കേട്ടോ? ഏതൊക്കെയാ? വിറ്റാമിൻ ബിയും വിറ്റാമിൻ സിയുമാണ്. അതുപോലെ എ, ഡി, ഇ, കെ എന്നീ വിറ്റാമിനുകൾ കൊഴുപ്പിൽ മാത്രമേ ലയിക്കുകയുള്ളൂ. നോക്കണേ കുഞ്ഞുങ്ങൾ, അതൊക്കെ ഒരു മാർക്കിൻ്റെ വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. എയും ഡിയും ഇയും കെയും എന്നീ പറയുന്ന വിറ്റാമിനുകൾ കൊഴുപ്പിൽ മാത്രമേ ലയിക്കുകയുള്ളൂ. വെള്ളത്തിലുള്ളത് ഏതാ? ബിയും സിയും മാത്രമേ വെള്ളത്തിൽ ലയിക്കുകയുള്ളൂ. കൊഴുപ്പിൻ്റെ അഭാവത്തിൽ ഈ വിറ്റാമിനുകൾ ശരീരത്തിൽ ആഗിരണം ചെയ്യപ്പെടുകയില്ല.
ഭക്ഷണത്തിൽ കൊഴുപ്പ് ഉൾപ്പെടുത്തേണ്ടതിൻ്റെ പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലായോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ ആണോ? നിങ്ങൾ സ്പീഡിൽ പോകാൻ കാരണം നമുക്ക് നോട്ടും കൂടി എക്സ്പ്ലെയിൻ ചെയ്യണ്ടേ. അടുത്ത നോക്കിക്കേ, മിനറൽസ് ഇൻ ഫുഡ്. നമ്മൾ ഇനി അടുത്തത് മിനറൽസിനെ കുറിച്ചാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ധാതുക്കൾ. മലയാളം എന്താ നിങ്ങളെ? ഭക്ഷണത്തിലെ ധാതുക്കൾ എന്ന് വെച്ചാൽ മിനറൽസ് ഇൻ ഫുഡ്. നോക്കിക്കേ, ഓൾ ആർ റിക്വസ്റ്റഡ് ടു റിപ്പോർട്ട് അറ്റ് ദ ഓഡിറ്റോറിയം. അയൺ ടാബ്ലറ്റ് വിൽ ബി സപ്ലൈ അറ്റ് 2 PM ടുഡേ. നോക്കൂ കുഞ്ഞുങ്ങളെ, ഓൾ ആർ റിക്വസ്റ്റഡ്. നോക്കി ഇവിടെ ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് അയൺ ഗുളിക നൽകും. എല്ലാവരും ഓഡിറ്റോറിയത്തിൽ എത്തേണ്ടതാണ്. മൈക്കിൽ കൂടെ വിളിച്ചു പറയുക കേട്ടോ. സംഭവം പിടികിട്ടിയല്ലോ. അടുത്ത് നോക്കിക്കേ, ഒരിച്ചിരി സ്പീഡിൽ പോകുന്നതേ നമുക്ക് ആൻസറും കൂടി എക്സ്പ്ലെയിൻ ചെയ്യണ്ടേ. അതുകൊണ്ടാണ് കേട്ടോ. നിൽക്കേ, ഡിഡ് നോട്ട് യു നോട്ടീസ് ദ അനൗൺസ്മെൻറ്റ്. സ്കൂളിലെ അനൗൺസ്മെൻറ്റ് നിങ്ങൾ ശ്രദ്ധിച്ചോ? വൈ ആർ അയൺ ടാബ്ലറ്റ് ഗിവൺ ടു ചിൽഡ്രൻസ്. എന്തിനാണ് കുട്ടികൾക്ക് ഈ അയൺ ഗുളിക നൽകുന്നത്? എന്തിനാണ് നിങ്ങൾ അയൺ ഗുളിക നൽകുന്നത്? നോക്കിയേ, അയണിനെ കുറിച്ച് ചോദിച്ചതാ. അയൺ ഈസ് എ മിനറൽ. അയൺ ഒരു ധാതുവാണ്. പിന്നോ, സച്ച് കൈൻഡ് ഓഫ് മിനറൽസ് ആർ എസെൻഷ്യൽ ഫോർ ദ പ്രോപ്പർ ഗ്രോത്ത് ആൻഡ് ഹെൽത്ത് ഓഫ് ദ ബോഡി വിച്ച് ആർ ദ മിനറൽസ് റിക്വയർഡ് ഫോർ അവർ ബോഡി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ധാതുക്കൾ ശരീരത്തിൻ്റെ ശരിയായ വളർച്ചയ്ക്കും ആരോഗ്യത്തിനും അത്യന്താപേക്ഷിതമാണ് അല്ലേ? ഏതൊക്കെ ധാതുക്കളാണ് നമുക്ക് വേണ്ടത്? നമുക്ക് ഏതൊക്കെയാവും നിങ്ങളെ മിനറൽസ് വേണ്ടുന്നത്? വിച്ച് ആർ ദ മിനറൽസ് റിക്വയർഡ് ഫോർ അവർ ബോഡി? ഹൗ ഡു ദീസ് മിനറൽസ് സപ്പോർട്ട് അവർ ഗ്രോത്ത് ആൻഡ് ഹെൽത്ത്? ഇനി അവ ഓരോന്നും നമ്മുടെ വളർച്ചയ്ക്കും ആരോഗ്യത്തിനും സഹായകമാകുന്നത് എങ്ങനെയാണ്? അത് നമ്മൾ എന്ത് ചെയ്യുക? അനലൈസ് ദ ടേബിൾ ആൻഡ് റൈറ്റ് ദം ഇൻ ദ സയൻസ് ഡയറി. അതിനെക്കുറിച്ച് നിങ്ങളൊരു ശാസ്ത്ര പുസ്തകത്തിൽ എഴുതാനാണ് ചോദിച്ചേക്കുന്നത് കേട്ടോ. നോക്കിക്കേ, ഇമ്പോർട്ടൻ്റ് മിനറൽസിനെ കുറിച്ച് ചോദിക്കുന്നുണ്ടോ നിങ്ങളെ? അത് ഓർത്തോണം. ഏതൊക്കെയാണ്? അയണ്, കാൽസ്യം, അയഡിൻ. അതിൻ്റെ ഫുഡ് ഐറ്റംസ്, ഇതൊക്കെ അടങ്ങിയ ഫുഡ് ഐറ്റംസ് ഏതൊക്കെയാണ്? അതിൻ്റെ പ്രാധാന്യം എന്തൊക്കെയാണ് കേട്ടോ. ഓക്കെ ആണോ? അപ്പോൾ അത് ബോക്സിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഞാൻ വേണ്ടി വായിക്കാം. ലീഫി വെജിറ്റബിൾസ്, ജാഗറി, ഫിഷ്, ലിവർ, ഇതൊക്കെ എന്താ? അയൺ അടങ്ങിയ ഫുഡാണ്. പരീക്ഷയ്ക്ക് 2 മാർക്കിന് ചോദിക്കാം കുഞ്ഞുങ്ങളെ. ഇരുമ്പിനാണ് ഈ അയൺ അടങ്ങിയ ഫുഡ് എന്ന് വെച്ചാൽ ഇരുമ്പ് അടങ്ങിയ കേട്ടോ, ഇരുമ്പ് കലർന്ന ആഹാരങ്ങൾ ഏതൊക്കെയാണ്? ലീഫി, ഇലവർഗ്ഗങ്ങളൊക്കെ കേട്ടോ. അതുപോലെ ജാഗറി എന്ന് വെച്ചാൽ ശർക്കര, ഫിഷ്, മീൻ, മത്സ്യം, ലിവർ എന്ന് വെച്ചാൽ എന്താ? കരൾ കേട്ടോ. അടുത്ത അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്ന് വെച്ചാൽ പ്രാധാന്യം. പ്ലേസ് എ സിഗ്നിഫിക്കൻസ് റോൾ ഇൻ ദ ഫോർമേഷൻ ഓഫ് ഹീമോഗ്ലോബിൻ ഇൻ ബ്ലഡ്. നമ്മുടെ ശരീരത്തിൽ രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണത്തിൽ പ്രധാന പങ്ക് ഇരുമ്പ് വഹിക്കുന്നത്, അയൺ വഹിക്കുന്നുണ്ട്. രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഒരാളാണ് ആരാ കുഞ്ഞുങ്ങളെ? അയൺ. അതുപോലെ തന്നെ കാൽസ്യം അടങ്ങിയ ഫുഡാണ് എഗ്ഗ്, മിൽക്ക്, ലീഫി വെജിറ്റബിൾ, ഫിഷ് കേട്ടോ. കാൽസ്യം അടങ്ങിയ ഫുഡ് ഏതൊക്കെയാണെന്ന് 1 മാർക്കിന് ചോദിക്കാം. ഇനി അതുകൊണ്ടുള്ള പ്രാധാന്യം എന്താണ്? ഹെൽപ്പ് ഇൻ ദ ഫോർമേഷൻ ഓഫ് ബോൺസ്, ടീത്ത് എക്സെട്ര ആൻഡ് ആൾസോ ഹെൽപ്പ് ഇൻ ദ ക്ലോട്ടിംഗ് ഓഫ് ബ്ലഡ്. നോക്കൂ നിങ്ങൾ, എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിനും അതുപോലെ തന്നെ രക്തം കട്ട പിടിക്കുന്നതിനും സഹായിക്കുന്നുണ്ട് കേട്ടോ. ഇനി അതുപോലെ അയഡിനോ? നോക്കൂ, അയഡിൻ്റെ അത് നമ്മൾ ഈ സീ ഫുഡുകളൊക്കെ ഉണ്ടല്ലോ, കടൽ വിഭവങ്ങൾ, കടൽ സീ ഫുഡുകൾ, അതെന്തിനാ? ഹെൽപ്പ് ഇൻ ദ ഫങ്ഷനിങ് ഓഫ് ദ തൈറോയിഡ് ഗ്ലാൻഡ്സ്. നമ്മുടെ ഈ തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തിന് അത് സഹായിക്കുന്നുണ്ട് സീ ഫുഡുകൾ കേട്ടോ. അയോഡിൻ, തൈറോയിഡിനെ കുറിച്ച് അറിയാമോ ഞങ്ങളെ? നമ്മൾക്ക് അതിനെക്കുറിച്ചും പഠിക്കാം. അടുത്ത ബോക്സിനകത്തിൽ അതിൻ്റെ കുറേ ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ട്, അത് നമുക്ക് എഴുതിയിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ പറയാം. അടുത്ത ഹീമോഗ്ലോബിനെ കുറിച്ചാണ് അടുത്തത്. എന്താ നിങ്ങളെ? ഹീമോഗ്ലോബിൻ. നോക്കിക്കേ, ഹീമോഗ്ലോബിൻ ഈസ് ദ പിഗ്മെന്റ് പ്രസന്റ് ഇൻ ദ റെഡ് ബ്ലഡ് സെൽസ്. ഇറ്റ് ഇമ്പാർട്ട് റെഡ് കളർ ടു ബ്ലഡ്. ഹീമോഗ്ലോബിൻ ക്യാരീസ് ഓക്സിജൻ ടു ദ സെൽ ആൻഡ് ബ്രിങ് ബാക്ക് കാർബൺ ഡയോക്സൈഡ്. ലോ ലെവൽ ഓഫ് ഹീമോഗ്ലോബിൻ ഇൻ ദ ബ്ലഡ് ലീഡ്സ് ടു എ കണ്ടീഷൻസ് കാൾഡ് അനീമിയ. നോക്കൂ നിങ്ങളെ, ചുവന്ന രക്താണുക്കളിൽ കാണപ്പെടുന്ന ഒരു വർണ്ണ വസ്തുവാണ് ഹീമോഗ്ലോബിൻ കേട്ടോ. ഈ പിഗ്മെന്റ് പ്രസന്റ് ഇൻ ദ റെഡ് ബ്ലഡ് സെൽസ്. ചുവന്ന രക്താണുക്കളിൽ കാണപ്പെടുന്ന നമ്മുടെ ബ്ലഡിന് ചുവപ്പ് കളർ കൊടുക്കത്തില്ലേ? അത് തന്നെ ഹീമോഗ്ലോബിൻ. ഇവ രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്നു. രക്തത്തിലെത്തുന്ന ഓക്സിജനെ കോശങ്ങളിൽ എത്തിക്കുകയും, നോക്കണേ കുഞ്ഞുങ്ങളെ, നമ്മുടെ ഈ രക്തത്തിലോട്ടുള്ള ഓക്സിജൻ ഉണ്ടല്ലോ, അങ്ങോട്ട് പോകുന്ന ഓക്സിജനെ ഇതെടുത്ത് കോശങ്ങളിൽ എത്തിക്കുന്നതും അവിടെ നിന്ന് അത് കാർബൺ ഡയോക്സൈഡായിട്ട് തിരിച്ച് ഇങ്ങനെ കൊണ്ടുപോകുന്നത് നമ്മുടെ ഹീമോഗ്ലോബിനാണ് കേട്ടോ. രക്തത്തിൽ ഹീമോഗ്ലോബിൻ കുറയുന്ന അവസ്ഥ, നമ്മുടെ ശരീരത്തെ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറവാണെങ്കിൽ നമുക്കുണ്ടാകുന്ന അസുഖത്തിൻ്റെ പേരാണ് അനീമിയ. 1 മാർക്കിൻ്റെ ഒക്കെ ചോദിക്കുന്ന കേട്ടോ അനീമിയ. അടുത്ത ഡെഫിഷ്യൻസി ഡിസീസ്, അപര്യാപ്തത രോഗങ്ങളുണ്ട്. വിറ്റാമിൻ ആൻഡ് മിനറൽസ് ആർ റിക്വയർഡ് ബൈ ദ ബോഡി ഇൻ സ്മാൾ ക്വാണ്ടിറ്റീസ് ഓൺലി. ഹവർ ഇഫ് ദേ ആർ നോട്ട് അവൈലബിൾ ടു ദ ബോഡി ഇൻ ദ റിക്വയർഡ് ക്വാണ്ടിറ്റി, ഡെഫിഷ്യൻസി ഡിസീസസ് ആർ ബൗണ്ട് ടു മാനിഫെസ്റ്റ്. യു ഹാവ് ഓൾറെഡി ലേൺഡ് അബൌട്ട് ദ ഡിസീസസ്
റിലേറ്റഡ് ടു പ്രോട്ടീൻ ഡെഫിഷ്യൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ വിറ്റാമിനുകളും ധാതുക്കളും കുറഞ്ഞ അളവിൽ മാത്രമേ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളൂ കേട്ടോ. അത് കൂടുതലായിട്ടൊന്നും വേണ്ട, എങ്കിലും വേണ്ടത്ര അളവിൽ അവ ലഭ്യമല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട നമുക്ക് പല രോഗങ്ങളും ഉണ്ടാകുന്നു. പ്രോട്ടീൻ്റെ അളവ് കുറയുമ്പോൾ ഉണ്ടാകുന്ന ഈ അപര്യാപ്തത രോഗങ്ങൾ നമ്മൾ നേരത്തെ പഠിച്ചു എന്നാ ചോദിച്ചത് കേട്ടോ. വിറ്റാമിനുകളുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗങ്ങളെക്കുറിച്ച് ഇപ്പുറത്ത് പറയുന്നുണ്ട്. കുഞ്ഞുങ്ങളെ, നമ്മുടെ വിറ്റാമിൻ എ നമ്മുടെ ശരീരത്തിൽ കുറവാണെങ്കിൽ നമുക്കുണ്ടാകുന്ന രോഗമാണ് നൈറ്റ് ബ്ലൈൻഡ്നെസ് അല്ലെങ്കിൽ നിശാന്തത. വിറ്റാമിൻ ബി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലോസിറ്റീസ്, അതുകൊണ്ട് അതായത് മൗത്ത് അൾസർ കേട്ടോ. അതുകൊണ്ട് ഈ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കുഞ്ഞുങ്ങളെ കേട്ടോ. സോളൻ ടങ്ക് ആൻഡ് ടിഗ്ലിങ് ഓഫ് സ്കിൻ ഓൺ ടങ്ക്, അതാണ്ട് ഗ്ലോസിറ്റീസ് എന്നങ്ങ് പറഞ്ഞാൽ മതി കേട്ടോ. വിറ്റാമിൻ ബിയുടെ കുറവ് മൂലം അൾസറൊക്കെ ഉണ്ടാകും. വിറ്റാമിൻ സി എന്ന് വെച്ചാൽ ബ്ലീഡിങ് ഗം. വിറ്റാമിൻ സി മീൻസ് സ്കർവി എന്ന് പറയുന്ന രോഗമാണ് വിറ്റാമിൻ സി. വിറ്റാമിൻ ഡി റിക്കറ്റ്സ്. എ എന്ന് വെച്ചാൽ നൈറ്റ് ബ്ലൈൻഡ്നെസ് അല്ലെങ്കിൽ നിശാന്തത. കുഞ്ഞുങ്ങളെ പഠിക്കാൻ എളുപ്പം ബി ബെറിബെറി എന്നൊരു അസുഖമുണ്ട് കേട്ടോ. ബി ബെറിബെറി, സി സ്കർവി, ഡി റിക്കറ്റ്സ് കേട്ടോ. അങ്ങനെയും കുറച്ച് എളുപ്പമുള്ളതുണ്ട്. ഇതിൻ്റെ എല്ലാം ക്വസ്റ്റ്യൻസ് നമ്മൾ എഴുതിയിട്ടുണ്ട് കുഞ്ഞുങ്ങളെ. അടുത്ത നൈറ്റ് ബ്ലൈൻഡ്നെസ്. ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ വിറ്റാമിൻ എയുടെ കുറവ് മൂലമാണ് എന്തുണ്ടാകുന്നത്, നൈറ്റ് ബ്ലൈൻഡ്. ഈ നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിശാന്തത എന്നാണ് കുഞ്ഞുങ്ങളെ അതിൻ്റെ മലയാളം. നിശാന്തത എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് നൈറ്റ് ബ്ലൈൻഡ്നെസ് ഈസ് ദ പൂർ വിഷൻസ് എക്സ്പീരിയൻസ്ഡ് ഇൻ ദ ഡിം ലൈറ്റ് ആൻഡ് നൈറ്റ്. പേഴ്സൺസ് വിത്ത് നൈറ്റ് ബ്ലൈൻഡ്നെസ് ഹാവ് നോ ഇഷ്യൂ ഇൻ വിഷൻസ് ഡ്യൂറിങ് ഡേ ടൈം ആൻഡ് ഇൻ ബ്രൈറ്റ് ലൈറ്റ് അറ്റ് നൈറ്റ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുട്ടിലും മങ്ങിയ വെളിച്ചത്തിലും അനുഭവപ്പെടുന്ന കാഴ്ചക്കുറവാണ് നിശാന്തത എന്ന് പറയുന്നത്. നമുക്ക് ഇരുട്ടിലും മങ്ങിയ വെളിച്ചത്തിലുണ്ടല്ലോ അനുഭവപ്പെടുന്ന ഒരു കാഴ്ചക്കുറവാണ് ഈ നിശാന്തത എന്ന് പറയുന്നത്. നിശാന്തതയുള്ള വ്യക്തികൾക്ക് പകലും രാത്രിയിൽ നല്ല വെളിച്ചത്തിലും കാഴ്ചയ്ക്ക് യാതൊരു തകരാറും ഉണ്ടായിരിക്കുകയില്ല. നിശാന്തതയുള്ള വ്യക്തികൾക്ക് പകലും രാത്രിയിൽ നല്ല വെളിച്ചത്തിലും കാഴ്ചയ്ക്ക് യാതൊരു തകരാറും ഉണ്ടായിരിക്കുകയില്ല എന്നും പറയുന്നുണ്ട് കേട്ടോ. ഇനിയും നോക്കിക്കേ, മിനറൽസും ഡെഫിഷ്യൻസി ഡിസീസസും, ധാതുക്കളും അതുപോലെ തന്നെ അതിൻ്റെ അപര്യാപ്തത രോഗങ്ങൾ. നോക്കി, അയണിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് അനീമിയ. അയഡിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്നതാണ് ഗോയിറ്റർ. കാൽസ്യത്തിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്നതാണ് ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറയുന്ന രോഗം. പേരൊരിച്ചിരി കട്ടിയാവും ഞങ്ങളെ, അത് നല്ലപോലെ പഠിക്കണേ. എന്താണ് പോയാണ് പൊറോസിസ് എന്ന് പറയുന്ന രോഗം. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ എഴുതിയിട്ടുണ്ട്. പിന്നെ എന്താണ് ഈ ഓസ്റ്റിയോപൊറോസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓസ്റ്റിയോപൊറോസിസ് ഇസ് ദ കണ്ടീഷൻ ഇൻ വിച്ച് ബോൺ ബിക്കം സോഫ്റ്റ് ആൻഡ് ബ്രിട്ടിൽ ഡ്യൂ ടു ദ ഡിക്രീസ് ഇൻ ഡെൻസിറ്റി ഓഫ് മിനറൽസ് ഇൻ ദ ബോൺ. ദിസ് മേ ലെഡ് ടു വീക്ക്നെസ് ഓഫ് ബോൺ ആൻഡ് ഫ്രാക്ചർ. ഇത്രയേ ഉള്ളൂ. നമ്മുടെ അസ്ഥികളിലെ ധാതുക്കളുടെ സാന്ദ്രത കുറയുന്ന മൂലം എല്ലുകളുടെ കട്ടി കുറഞ്ഞ് ദുർബലമാകുന്ന ഒരു അവസ്ഥയുണ്ട്. നമ്മുടെ ശരീരത്തെ എല്ലുകൾ കട്ടി കുറഞ്ഞ് അങ്ങ് ദുർബലമായി ഒടിഞ്ഞൊടിഞ്ഞു പോകുന്ന ചില രോഗങ്ങളുണ്ട്. അറിയാമോ, നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ചില കുട്ടികൾക്ക് അങ്ങനെ എവിടെയെങ്കിലും ഒന്ന് തൊട്ടാൽ ഉടനെ കയ്യോ കാലോ ഒടിയുന്നവരുണ്ട് കേട്ടോ. അതിന് പറയുന്നതാ, ഇതിന് അസ്ഥിക്ഷയമെന്നും പറയുന്നുണ്ട് കേട്ടോ. ഓസ്റ്റിയോപെറോസിസ് എന്നൊക്കെ പറഞ്ഞാൽ പല്ല് വല്ലതും തെറിച്ച് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ ചുരുക്കി കുഞ്ഞുങ്ങളെ അതിന് അസ്ഥിക്ഷയം എന്ന് പറയാം. എല്ലുകളുടെ ബലക്ഷയം, പൊട്ടൽ എന്നിവയ്ക്ക് ഇത് കാരണമാകുന്നു. ഓസ്റ്റിയോപൊറോസിസ് എന്ന് വെച്ചാൽ ദിസ് മേ ലെഡ് ടു കുഞ്ഞുങ്ങളെ ഇവിടെ നമ്മുടെ ശരീരത്തിന് ബലക്ഷയം ഉണ്ടാകുകയും കേട്ടോ. അതൊക്കെ നോക്കണേ. ഇനി അടുത്ത എൻ്റെ ഗോയിറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നാം കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ അയഡിൻ്റെ അഭാവം മൂലം തൊണ്ടയിൽ തൈറോയ്ഡ് ഗ്രന്ഥി അങ്ങ് വലുതാകുന്ന അവസ്ഥയാണ് കേട്ടോ. അതിനെയാണ് നമ്മൾ ഗോയിറ്റർ എന്ന് പറയുന്നത്. കുഞ്ഞുങ്ങളെ, നാം കഴിക്കുന്ന ഭക്ഷണത്തിൽ അയഡിൻ്റെ അഭാവം മൂലം തൊണ്ടയിൽ തൈറോയ്ഡ് ഗ്രന്ഥി അങ്ങ് വലുതാകുന്ന അവസ്ഥയ്ക്കാണ് നമ്മൾ ഗോയിറ്റർ എന്ന് പറയുന്നത്. ഈ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ഹോർമോൺ ഉൽപ്പാദനത്തിന് അയഡിൻ ആവശ്യമാണ്. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ നോക്കാം. കാരണം ഇതെല്ലാം ഇനി അവിടെയും പറയണ്ടേ, അതുകൊണ്ടാണ് ഞാൻ ഒരു ഇച്ചിരി സ്പീഡിൽ പോകുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ നോക്കാം. അപ്പോൾ നോക്കിയോ നിങ്ങളെ, നമ്മളിനി വിറ്റാമിനുകൾ മുതലാണ് നോട്ട് തരാനുള്ള. വിറ്റാമിൻസ് ആർ എസെൻഷ്യൽ ന്യൂട്രിയൻസ് റിക്വയർഡ് ഇൻ എ സ്മാൾ ക്വാണ്ടിറ്റീസ് ഫോർ ദ ഗ്രോത്ത് ആൻഡ് ഹെൽത്ത് ഓഫ് അവർ ബോഡി. നമ്മുടെ ശരീരത്തിൻ്റെ വളർച്ചയ്ക്കും ആരോഗ്യത്തിനും ചെറിയ അളവിൽ അത്യാവശ്യമുള്ള പോഷക ഘടകങ്ങളാണ് വിറ്റാമിനുകൾ. പേജ് നമ്പർ 15 വിറ്റാമിനും അതിൻ്റെ സിഗ്നിഫിക്കൻസും ബോക്സിലിട്ട് എഴുതിയിട്ടുണ്ട്. അതങ്ങ് എഴുതിയെടുക്കണം കേട്ടോ. കാരണം മലയാളം മീഡിയക്കാർ അവരുടെ എഴുതുക, ഇംഗ്ലീഷ് മീഡിയക്കാർ അവരുടെ എഴുതുക. കാരണം ഞാനിപ്പോൾ അതിൻ്റെ മലയാളം പറഞ്ഞു തന്നാവും നിങ്ങളെ, അതുകൊണ്ട് ഇംഗ്ലീഷ് മീഡിയക്കാർ അത് മനസ്സിലാക്കി എഴുതണേ. ഇനി 25ാമത്തെ ചോദ്യം, വിച്ച് വിറ്റാമിൻസ് ആർ എസെൻഷ്യൽ ഫോർ ദ ഹെൽത്ത് ഓഫ് ദ സ്കിന്ന്. ത്വക്കിൻ്റെ ആരോഗ്യത്തിന് ആവശ്യമായ വിറ്റാമിനുകൾ ഏതൊക്കെയാണ് കുഞ്ഞുങ്ങളെ? വിറ്റാമിൻ എയും വിറ്റാമിൻ ബിയുമാണ് കേട്ടോ. നമ്മൾ ആ ഏതിൻ്റെയും ലാസ്റ്റിൽ കുറേ ചോദ്യം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞില്ല എൻ്റെ നോട്ട് എഴുതിയിട്ടുണ്ട്, അതായത് കേട്ടോ. വാട്ട് ഹെൽത്ത് ഇഷ്യൂസ് വിൽ ഒക്വയർ ഇഫ് യു ഡോണ്ട് ഗെറ്റ് ആഡിക്വേറ്റ് ക്വാണ്ടിറ്റി ഓഫ് വിറ്റാമിൻ ഡി. വിറ്റാമിൻ ഡി ആവശ്യത്തിന് ലഭിച്ചില്ലെങ്കിൽ എന്തെല്ലാം ആരോഗ്യ പ്രശ്നങ്ങളാണ് നമുക്കുണ്ടാകുന്നത്?
എൻ്റെ കുഞ്ഞുങ്ങളെ താഴെ കമൻറ്റ് ബോക്സിൽ കാണും. ഇത്രയും സ്പീഡിൽ എന്തിനാ പോകുന്നത്, പെതുക്കെ പറഞ്ഞാൽ പോരായോ എന്നൊരു കമൻറ്റ് വരുമെന്ന് എനിക്കറിയാം. ഇത് ഇത്രയേ ഉള്ളൂ കുഞ്ഞുങ്ങളെ. നമ്മൾ ടെസ്റ്റ് നല്ല രീതിയിൽ തന്നെയാണ് വായിച്ചു പോകുന്നത് അല്ലേ. അപ്പോൾ പിന്നെ നമ്മൾ അത് തന്നെയാണ് ക്വസ്റ്റ്യൻ ആൻസറിലും വരുന്നത്. അപ്പോൾ നമ്മൾ ആ സ്പീഡിൽ കാര്യം എന്താണെന്ന് അങ്ങ് മനസ്സിലാക്കുക എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് സംഭവം കണ്ട് ഇതിനകത്തുള്ള എല്ലാ നോട്ടുകളും ഞാൻ എഴുതിയിട്ടുണ്ട്, ഒന്നും ഞാൻ സ്കിപ്പ് ചെയ്യുന്നില്ല. അപ്പോൾ എന്തൊക്കെ ഞാനിപ്പോൾ നോക്കിയേ, പേജ് നമ്പർ 15 വിറ്റാമിനുകളും അതിൻ്റെ പ്രാധാന്യവും സിഗ്നിഫിക്കൻസ് വിറ്റാമിൻ്റെ കൊടുത്തിട്ടുണ്ട് കുഞ്ഞുങ്ങളെ. അത് ബോക്സിൽ നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇംഗ്ലീഷ് മീഡിയക്കാർ അതങ്ങ് എഴുതിയെടുക്കുക, അല്ലെ മലയാളം മീഡിയക്കാർ അത് എഴുതിയെടുക്കുക എന്നുള്ളതേ ഉള്ളൂ. അത് അങ്ങനെയൊക്കെ ഉള്ളത് ഞാൻ പറയുന്നുമുണ്ട് കേട്ടോ. അപ്പോൾ അത് എഴുതി എടുക്കണേ കേട്ടോ. 26ാമത്തെ ചോദ്യമാണ്. എന്തെല്ലാം പ്രശ്നങ്ങളാവും നിങ്ങളെ നോക്കിക്കേ. നമ്മുടെ എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിനും രോഗപ്രതിരോധ ശേഷിക്കുമാണ്. ഡെഫിഷ്യൻസി ഇൻ ദ ഹെൽത്ത് ഓഫ് ബോൺസ് ആൻഡ് ടീത്ത് ആൻഡ് ഫോർ ഇമ്മ്യൂണിറ്റി. വായിക്കാൻ അറിയാമല്ലോ ഞാൻ എഴുതുന്നത്, പറ്റുന്നുണ്ടോ നിങ്ങളെ? വിറ്റാമിൻ ഡിയും ബി കോംപ്ലക്സും നെക്കുറിച്ചും ബോക്സിനകത്ത് ഇപ്പം നമ്മൾ പറഞ്ഞായിരുന്നു. ആ മഞ്ഞ ബോക്സിനകത്ത് കിടക്കുന്ന സാധനമാണ്. അത് നമ്മുടെ ടെസ്റ്റിൽ എഴുതിയെടുക്കണം കേട്ടോ. ഇനി സൂര്യപ്രകാശത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിറ്റാമിൻ ഏതാവും ഞങ്ങളെ? വിറ്റാമിൻ ഡി ആണ് കേട്ടോ. അതൊക്കെ നമ്മൾ പറഞ്ഞാൽ അതായത് ഡാഷ് ഈസ് ഒബ്റ്റൈൻഡ് ഫ്രം സൺലൈറ്റ് എന്ന് ചോദിച്ചാൽ വിറ്റാമിൻ ഡി ആണ് കേട്ടോ. ഇനി അതുപോലെ തന്നെ ബോക്സിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു വിറ്റാമിനുകളും അവരുടെ ഫുഡ് ഐറ്റം ഞാൻ പറഞ്ഞു തരാം. നോക്കൂ കുഞ്ഞുങ്ങളെ. വിറ്റാമിൻ എ അടങ്ങിയ ഫുഡുകൾ ഏതൊക്കെയാണ്? ഏതെങ്കിലും ഒരു 3-4 എണ്ണത്തിൻ്റെ പേര് ഒന്ന് പഠിച്ചു വെച്ചേക്കണം. വിറ്റാമിൻ എ അടങ്ങിയതാണ് ഫിഷ്, ക്യാരറ്റ്, മാംഗോ, സ്വീറ്റ് പൊട്ടാറ്റോ ഒക്കെ കേട്ടോ. മലയാളം എഴുതി വെച്ചിട്ടുണ്ട്. വിറ്റാമിൻ ബി ആണ് അതുപോലെ എന്താ മട്ട റൈസ്, നമ്മുടെ ചുമന്നേരി ഉണ്ടല്ലോ അതാ മട്ട റൈസ്, സ്പിനാക്ക്, ചീര ഉണ്ടല്ലോ അതൊക്കെ. വിറ്റാമിൻ സി ഗൂസ്ബെറി, ലെമണ്, ഓറഞ്ച്, ടൊമാറ്റോ ഇതൊക്കെ വിറ്റാമിൻ സി അടങ്ങിയതാണ്. വിറ്റാമിൻ സിയുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗമാണ് സ്കർവി. വിറ്റാമിൻ എയുടെ കുറവ് മൂലമുണ്ടാകുന്നതാണ് നൈറ്റ് ബ്ലൈൻഡ്നെസ് അല്ലെങ്കിൽ നിശാന്തത. വിറ്റാമിൻ ബിയുടെ കുറവ് മൂലമാകും നിങ്ങളെ ബെറി എന്ന് പറയുന്ന ഒരു രോഗമുണ്ട്. നിങ്ങൾക്കത് തന്നിട്ടില്ല കേട്ടോ. അടുത്ത വിറ്റാമിൻ ഡി. വിറ്റാമിൻ ഡി എന്താണ്? റിക്കറ്റ്സ് ആണ് അല്ലേ. അതുമൂലം നോക്കിയ ഫിഷ്, എഗ്ഗ്, മിൽക്ക്, സീരിയൽസ് ഇങ്ങനെയൊക്കെ ഉള്ളതെല്ലാം വിറ്റാമിൻ ഡിയുടെ കേട്ടോ. വിറ്റാമിൻ ഇയോ പീനട്ട്, ആൾമോണ്ട്, അവകാഡോ എന്നിവയൊക്കെ വിറ്റാമിൻ ഇ അടങ്ങിയതാണ് കേട്ടോ. വിറ്റാമിൻ കെയോ ക്യാബേജ്, കോളിഫ്ലവർ, ലീഫി ഗ്രീൻസ് ഇതെല്ലാം എന്താ വിറ്റാമിൻ കെയുമാണ് കേട്ടോ. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട, ഇപ്പം ഇത് തന്നെ വേണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്പെല്ലിംഗ് അറിയാവുന്ന കേട്ടോ ഒരു 3-4 എണ്ണത്തിൻ്റെ പേര് പഠിച്ചു വെച്ചേക്കണം കേട്ടോ. വിറ്റാമിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ എന്തെല്ലാം, അതുപോലെ തന്നെ വിറ്റാമിനുകൾ അടങ്ങിയിരിക്കുന്ന ഇതിൻ്റെ ഓരോ ഇപ്പോൾ വിറ്റാമിൻ ഡി അടങ്ങിയ ഫുഡ് ഏതാണ്, വിറ്റാമിൻ ബി അടങ്ങിയ ഫുഡ് ഏതാണ്, ഇതൊക്കെ ഒന്ന് പഠിച്ചു വെച്ചേക്കണം കേട്ടോ. ഓക്കെ ആണോ നിങ്ങൾ? 29 എണ്ണം ഓക്കെ ആണല്ലോ. അടുത്തത് 30ാമത്തെ ചോദ്യം നോക്കിക്കേ. ഇമ്പോർട്ടൻസ് ഓഫ് മിനറൽസ്, ധാതുക്കളും അതിൻ്റെ സിഗ്നിഫിക്കൻസും. അതും നമ്മുടെ ടെസ്റ്റിൽ മഞ്ഞ ബോക്സിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ വായിച്ചായിരുന്നു. ഇനി നമുക്കറിയേണ്ടത് അയൺ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഞാൻ ഈ എഴുതാവുന്നതുകൊണ്ട് നിങ്ങൾ എഴുതാതിരിക്കരുത്. കാരണം എന്താ, അത് ബോക്സിൽ ഇതാണ്ടോ നിങ്ങൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഞാനിനി അതിനെ ഡെക്കറേറ്റ് ചെയ്ത് എഴുതണ്ടല്ലോ എന്ന് വിചാരിച്ചാൽ കേട്ടോ, നിങ്ങളതങ്ങ് എഴുതി എടുക്കണേ. നോക്കൂ ഞങ്ങളെ. അപ്പോൾ അയണിനെ കുറിച്ചാണ് അടുത്തത്. നമ്മൾ അയണിനെ കുറിച്ച് പറഞ്ഞു. അയൺ ഈസ് എ മിനറലാണ്. സച്ച് കൈൻഡ് ഓഫ് മിനറൽസ് ആർ എസെൻഷ്യൽ ഫോർ ദ പ്രോപ്പർ ഗ്രോത്ത് ആൻഡ് ഹെൽത്ത് ഓഫ് ദ ബോഡി. അയൺ ഒരു ധാതുവാണ് അല്ലേ. ഇത്തരം ചില ധാതുക്കൾ ശരീരത്തിൻ്റെ ശരിയായ വളർച്ചയ്ക്കും ആരോഗ്യത്തിനും അത്യന്താപേക്ഷിതമാണ്. അയൺ നമ്മുടെ ശരീരത്തിൽ വേണം കുഞ്ഞുങ്ങളെ. അല്ലെങ്കിൽ എന്താ, നമ്മളെപ്പോഴും നമുക്ക് അങ്ങ് ക്ഷീണമായിരിക്കും. പൊതുവേ ക്ഷീണമാണ് ഈ പുസ്തകം എടുക്കാൻ പറയുമ്പോൾ അല്ലേ. നോക്കൂ. വിച്ച് മിനറൽസ് ഹെൽപ്പ് ഇൻ ദ ഫോർമേഷൻ ഓഫ് ഹീമോഗ്ലോബിൻ ഇൻ ദ ബ്ലഡ്. രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണത്തിന് സഹായിക്കുന്ന ധാതു ഏതാവും ഞങ്ങളെ? അയണാണ് കേട്ടോ. നമ്മുടെ രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണത്തിന് സഹായിക്കുന്ന ധാതു അയണാണ്. ഓക്കെ ആണോ? അയൺ ലഭിക്കാൻ ഏതൊക്കെ ഭക്ഷ്യവസ്തുക്കൾ ആഹാരമായി നമുക്ക് ഉൾപ്പെടുത്തണം? സ്പിനാക്ക്, എഗ്ഗ്, ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ കേട്ടോ. സ്പിനാച്ച് എന്നും പറയാം, സ്പിനാക്ക് എന്നും പറയാം കേട്ടോ. സ്പെല്ലിംഗ് അങ്ങ് കറക്റ്റ് ആക്കിയാൽ മതി. വാട്ട് ഫുഡ് ഐറ്റംസ് ഷുഡ് ബി ഇൻക്ലൂഡഡ് ഇൻ ദ ഡയറ്റ് ടു ഗെറ്റ് ദീസ് മിനറൽസ്? ചീര, മുട്ട, ഉണങ്ങിയ പഴവർഗ്ഗങ്ങൾ. അതിൻ്റെ മലയാളം ഇംഗ്ലീഷോ ഞങ്ങൾ എഴുതിയേക്കുന്നത് കേട്ടോ. അടുത്ത വൈ ഷുഡ് വി ഈറ്റ് സീ ഫുഡ്? നമ്മുടെ കടൽ വിഭവങ്ങൾ കഴിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്താ? അതെല്ലാം നമുക്ക് പറഞ്ഞതാണ്. എന്താ, നമ്മുടെ തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തിന് സഹായിക്കുന്നു. നമ്മുടെ തൈറോയിഡ് ഉണ്ടല്ലോ നിങ്ങൾ, നമ്മുടെ തൊണ്ടയ്ക്ക് തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തിന് സഹായിക്കുന്നു. ഹെൽപ്പ് ഇൻ ദ ഫങ്ഷനിങ് ഓഫ് ദ തൈറോയിഡ് ഗ്ലാൻഡ്. ഗ്രന്ഥി എന്ന് വെച്ചാൽ ഗ്ലാൻഡ് എന്നാണ് കേട്ടോ. അപ്പോൾ ഓക്കെ. വാട്ട് ഹെൽത്ത് ഇഷ്യൂസ് വിൽ ഒക്കെർ ഇഫ് യു അവോയ്ഡ് എഗ്ഗ്, മിൽക്ക് ആൻഡ് ലീഫി വെജിറ്റബിൾസ്? മുട്ട, പാല്, ഇലക്കറികൾ എന്നിവ ഭക്ഷണത്തിൽ ഒഴിവാക്കിയാൽ ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാവും ഞങ്ങളെ? നമുക്ക് അയണിൻ്റെയും കാൽസ്യത്തിൻ്റെയും അളവ് നമ്മുടെ ശരീരത്തിൽ കുറയും കേട്ടോ. മുട്ട, പാല്, ഇലക്കറികൾ എന്നിവ ഭക്ഷണത്തിൽ ഒഴിവാക്കിയാൽ നമുക്ക് എന്തെല്ലാം രോഗങ്ങളാണ്, നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് ഉണ്ടാകുന്നതെന്ന്. അപ്പം നമ്മുടെ ശരീരത്തിലെ ഇരുമ്പിൻ്റെയും കാൽസ്യത്തിൻ്റെയും അളവ് കുറയും കേട്ടോ.
35 ക്വസ്റ്റ്യൻ ആൻസർ എഴുതി. 36 നോക്കൂ നിങ്ങളെ, ഹീമോഗ്ലോബിൻ. അതും ബോക്സിനകത്തിലുണ്ടായിരുന്നു. ഹീമോഗ്ലോബിൻ ഈസ് ദ പിഗ്മെന്റ് പ്രസന്റ് ഇൻ റെഡ് ബ്ലഡ് സെൽസ്. ഇറ്റ് ഇമ്പാർട്ട് റെഡ് കളർ ടു ബ്ലഡ്. ഹീമോഗ്ലോബിൻ ക്യാരീസ് ഓക്സിജൻ ടു ദ സെല്ല് ആൻഡ് ബ്രിങ് ബാക്ക് കാർബോഹൈഡ്രേറ്റ്. ലോ ലെവൽ ഓഫ് ഹീമോഗ്ലോബിൻ ഇൻ ദ ബ്ലഡ് ലീഡ് ടു എ കണ്ടീഷൻ ഈസ് കാൾഡ് അനീമിയ. നമ്മുടെ ടെസ്റ്റിൽ നമ്മൾ വായിച്ചതാ. എന്താ? ചുവന്ന രക്താണുക്കളിൽ കാണപ്പെടുന്ന വർണ്ണവസ്തുവാണ് ഹീമോഗ്ലോബിൻ. ഇവ രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്നു. രക്തത്തിൽ എത്തുന്ന ഈ ഓക്സിജനെ കോശങ്ങളിൽ എത്തിക്കുന്നതും അവിടെ നിന്നും കാർബൺ ഡൈ ഓക്സൈഡുമായി തിരിച്ചു കൊണ്ടുപോകുന്നതും നമ്മുടെ ഹീമോഗ്ലോബിനാണ്. രക്തത്തിൽ ഹീമോഗ്ലോബിന്റെ അളവ് കുറയുന്നൊരവസ്ഥയാണ് നമ്മൾ അനീമിയ എന്ന് പറയുന്നത്. അടുത്ത ഡെഫിഷ്യൻസി ഓഫ് വിച്ച് വിറ്റാമിൻസ് കോസസ് സ്കർവി. മുമ്പ് ഞാൻ പറഞ്ഞില്ല, വിറ്റാമിൻ സിയുടെ കുറവ് മൂലം ഉണ്ടാകുന്നതാവും നിങ്ങളെ സ്കർവി. വിറ്റാമിൻ സി പഠിക്കാൻ എളുപ്പം. സി സ്കർവി കേട്ടോ. ബി ബെറി, സി സ്കർവി കേട്ടോ. അതൊക്കെ ഒന്ന് നല്ലപോലെ അറിയണേ. ഓക്കെ. What food items will you suggest to include in the diet if someone in your home suffers from mouth ulcer? നമ്മുടെ വായിൽ, അതായത് നിങ്ങളുടെ വീട്ടിലെ ആർക്കെങ്കിലും വായ്പുണ്ട്. വായ്പുണ്ട് മീൻസ് എന്ന് വെച്ചാൽ നമ്മൾ ഈ ചിലപ്പോഴേ മറ്റൊന്നും പറയല്ല, ഈ ചില പേസ്റ്റ് ഉപയോഗിക്കുമ്പോൾ വട്ടം വെള്ള കളറിൽ വട്ടത്തിൽ വരുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? അത് തന്നെ സംഭവം. അതിനാണ് ഈ വായ്പുണ്ടെന്ന് ഉദ്ദേശിക്കുന്നത്. ഇത് വന്നാൽ അവരുടെ ഭക്ഷണത്തിൽ എന്തൊക്കെ ഭക്ഷ്യവസ്തുക്കൾ ഉൾപ്പെടുത്താൻ നിങ്ങൾ നിർദ്ദേശിക്കും? അതായത് അത് വന്നു കഴിഞ്ഞാലേ പിന്നെ നമുക്കതങ്ങ് പൊട്ടി എരിയൊന്നും നമ്മുടെ വായിലോട്ട് കൊണ്ടുവരാൻ പറ്റത്തില്ല അല്ലേ. ചില പേസ്റ്റുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ അങ്ങനെ ഉണ്ടാവും അല്ലേ. അപ്പം നമ്മൾ അന്നേരം മട്ട റൈസ്, ചുവന്നരി ഉണ്ടല്ലോ, അതുപോലെ ചീര, എന്തെങ്കിലുമൊക്കെ ഡയറി പ്രൊഡക്റ്റുകൾ, പാലുൽപ്പന്നങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കാനാണ് പറയുന്നത് കേട്ടോ. ഇത് ടെസ്റ്റിലെ ചോദ്യവും നിങ്ങളെ ഇതെല്ലാം കേട്ടോ. 38 എണ്ണമായി. 39 നോക്കൂ നിങ്ങളെ, ഡെഫിഷ്യൻസി ഓഫ് വിച്ച് വിറ്റാമിൻസ് കോസസ് നൈറ്റ് ബ്ലൈൻഡ്നെസ്. മുമ്പ് നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ. നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രിയിൽ നിശാന്തത. ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലമാണ്? അത് ആ ബോക്സിലെ വിറ്റാമിൻ്റെ നല്ലതുപോലെ പഠിക്കണം. അത് തിരിച്ചും മറിച്ചും വിട്ട് ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. വിറ്റാമിൻ എയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗത്തിൻ്റെ പേര് പറഞ്ഞിട്ട് ഇത് ഏത് വിറ്റാമിനാണ്, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് തരും കേട്ടോ. അപ്പോൾ ആ ബോക്സ് പഠിക്കുക എന്നുള്ളതാണ്. ഡെഫിഷ്യൻസി ഓഫ് വിച്ച് വിറ്റാമിൻസ് കോസസ് റിക്കറ്റ്. റിക്കറ്റ്സ് എന്ന് പറഞ്ഞാൽ ഏതാവും നിങ്ങളെ? റിക്കറ്റ്സിൻ്റെ മലയാളം കണ എന്നാണ് കേട്ടോ. അതെ, കണ കേട്ടോ. അപ്പം വിറ്റാമിൻ ഡി. ഓക്കെ, അത് തെറ്റിപ്പോലെ. അടുത്ത നൈറ്റ് ബ്ലൈൻഡ്നെസ് അല്ലെങ്കിൽ നിശാന്തത എന്നിപ്പോൾ നമ്മൾ പറഞ്ഞു. നൈറ്റ് ബ്ലൈൻഡ്നെസ് ഈസ് ദ പൂർ വിഷൻസ് എക്സ്പീരിയൻസ്ഡ് ഇൻ ഡിം ലൈറ്റ് ആൻഡ് നൈറ്റ്. പേഴ്സൺസ് വിത്ത് നൈറ്റ് ബ്ലൈൻഡ്നെസ് ഹാവ് നോ ഇഷ്യൂസ് ഇൻ വിഷൻസ് ഡ്യൂറിങ് ഡേ ടൈം ആൻഡ് ഇൻ ബ്രൈറ്റ് ലൈറ്റ് അറ്റ് നൈറ്റ്. ഇരുട്ടിലും മങ്ങിയ വെളിച്ചത്തിലും അനുഭവപ്പെടുന്ന കാഴ്ചക്കുറവാണ് നിശാന്തത. നിശാന്തതയുള്ള വ്യക്തികൾക്ക് പകലും രാത്രിയിലും നല്ല വെളിച്ചത്തിലും കാഴ്ചയ്ക്ക് യാതൊരു തകരാറും ഉണ്ടായിരിക്കുകയില്ല. മുമ്പ് നമ്മളത് പറഞ്ഞതാവും നിങ്ങളെ. ഓക്കെ. അടുത്ത 42 ചോദ്യം, ധാതുക്കൾ അല്ലെങ്കിൽ മിനറൽസ്. ഇത് മൂലമുണ്ടാകുന്ന രോഗങ്ങൾ. ഇപ്പം നമ്മൾ പറഞ്ഞു അയണിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്നതാണ് അനീമിയ. അയോഡിൻ്റെ തിരിഞ്ഞു പോകില്ല. അയണും അയോഡിനും തിരിഞ്ഞു പോകരുത് കേട്ടോ. അയണും തിരിഞ്ഞു പോകരുത്. അയഡിൻ്റെ കുറവ് മൂലമാണ് ഗോയിറ്റർ. കാൽസ്യത്തിൻ്റെ കുറവ് മൂലമാണ് ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറയുന്ന രോഗം. വിച്ച് ഡിസീസസ് ഈസ് കോസ്ഡ് ബൈ ദ ഡെഫിഷ്യൻസി ഓഫ് അയൺ. അയണിൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം. ഇതൊക്കെ ടെസ്റ്റിലാണ് അനീമിയ കേട്ടോ. സ്പെല്ലിംഗ് നല്ലോണം അറിയണം കുഞ്ഞുങ്ങളെ. വാട്ട് ഫുഡ് ഐറ്റംസ് ഷുഡ് ബി ഇൻക്ലൂഡഡ് ഇൻ അവർ ഡയറ്റ് ടു പ്രിവെൻറ്റ് ഗോയിറ്റർ. ഗോയിറ്റർ രോഗം ഉണ്ടാകാതിരിക്കാൻ നാം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട ആഹാര വസ്തുക്കൾ ഏതൊക്കെയാണ് കുഞ്ഞുങ്ങളെ? നമുക്ക് ഗോയിറ്റർ വരത്തില്ലേ? ഗോയിറ്റർ. ഈ ഗോയിറ്റർ എന്ന് പറയുന്ന രോഗം ഉണ്ടാകാതിരിക്കാൻ നാം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട ആഹാര വസ്തുക്കൾ ഏതെല്ലാമാണ്? ഗോയിറ്ററൊക്കെ എന്തോന്നറിയോ? ഈ പടത്തിൽ തന്നിട്ടുണ്ട്. ഞാൻ ഈ പറയുന്നതിൻ്റെ എല്ലാം പടത്തിൽ തന്നിട്ടുണ്ട് കുഞ്ഞുങ്ങളെ കേട്ടോ. കാണാൻ പറ്റുന്നുണ്ടോ? കണ്ടോ? ഇല്ല, ഞാൻ ഈ എന്തൊക്കെ രോഗങ്ങളെക്കുറിച്ച് ഒക്കെ ടെസ്റ്റോടെ ഒന്ന് നോക്കണേ കേട്ടോ. അപ്പം എന്താ ഗോയിറ്റർ രോഗം ഉണ്ടാകാതിരിക്കാൻ നാം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട ആഹാര വസ്തുക്കൾ ഏതൊക്കെയാണ്? ടു പ്രിവെൻറ്റ് ഗോയിറ്റർ. ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ. ടു പ്രിവെൻറ്റ് ഗോയിറ്റർ ഇൻക്ലൂഡഡ് ദ അയോഡൈസ്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അയോഡൈസ്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അയോഡൈസ്ഡ് സാൾട്ട് ആൻഡ് അയോഡിൻ റിച്ച് ഫുഡ് ലൈക്ക് സീ ഫിഷ് ആൻഡ് ഡയറി പ്രൊഡക്റ്റ് ഇൻ യുവർ ഡയറ്റ്. Iodine help the thyroid gland functions properly and its deficiency can causes goiter. എന്താ കുഞ്ഞുങ്ങളെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ വല്ലതും മനസ്സിലായോ? നമ്മുടെ ഗോയിറ്റർ തടയാനേ, നമ്മുടെ തൊണ്ട ഇങ്ങനെ വീർത്തിരിക്കത്തില്ലയോ? ഈ ഗോയിറ്റർ തടയാൻ നമ്മൾ അയോഡൈസ്ഡ് ഉപ്പ്, അതിനൊരു ഉപ്പുണ്ട് കേട്ടോ, അത് മേടിക്കുക. അയോഡൈസ്ഡ് ഉപ്പ്, അയഡിൻ അടങ്ങിയ ഭക്ഷണങ്ങൾ, കടൽ മത്സ്യം, പാലുൽപ്പന്നങ്ങൾ എന്നിവ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. മുമ്പ് നമ്മൾ ടെസ്റ്റ് വായിച്ചതാണ്. അയഡിൻ തൈറോയിഡ് ഗ്രന്ഥി ശരിയായി പ്രവർത്തിക്കാൻ സഹായിക്കുന്നു.
തൈറോയ്ഡ് ഗ്രന്ഥി ശരിയായിട്ട് പ്രവർത്തിക്കാൻ സഹായിക്കുന്നത് അയഡിനാണ്. കൂടാതെ അതിൻ്റെ കുറവ് ഗോയിറ്ററിന് ഒരു കാരണമാവുകയും ചെയ്യും കേട്ടോ. നമ്മുടെ ടെസ്റ്റിലെ ക്വസ്റ്റ്യൻ ആൻസർ കേട്ടോ. വാട്ട് ഫുഡ് ഐറ്റംസ് ആർ ടു ബി ഇൻക്ലൂഡഡ് ഇൻ അവർ ഡയറ്റ് ടു പ്രിവെൻറ്റ്? മുമ്പ് നമ്മൾ പറയല്ലോ ഓസ്റ്റിയോപൊറോസിസ്. ഈ ഓസ്റ്റിയോപൊറോസിസ് ഉണ്ടാകാതിരിക്കാൻ ഏതൊക്കെ തരം ഭക്ഷ്യവസ്തുക്കൾ നമ്മുടെ ആഹാരത്തിൽ? ഈ പാഠത്തിലെല്ലാം ഇങ്ങനെ കുഞ്ഞുങ്ങളെ നമുക്ക് കുറേ രോഗങ്ങളുണ്ട്. നമ്മളിപ്പോൾ പഠിക്കുന്ന ന്യൂട്രിയൻസ്, പോഷകാഹാരം, അതിനകത്തുള്ളൊരു 5 കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുന്നുണ്ട്. കാർബോഹൈഡ്രേറ്റ്സ്, വിറ്റാമിൻസ്, മിനറൽസ്, ഫാറ്റ്സ്, പ്രോട്ടീൻസ്, ഇങ്ങനെയൊക്കെയുള്ള 5 കാര്യത്തെക്കുറിച്ച് പഠിക്കും. ഈ 5 കാര്യങ്ങൾ മൂലം ഉണ്ടാകുന്ന രോഗങ്ങളെക്കുറിച്ചും, ഇപ്പോൾ പ്രോട്ടീൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം, കാർബോഹൈഡ്രേറ്റ്സ് അടങ്ങിയ ഫുഡുകൾ ഏതൊക്കെയാണ്, പിന്നെ ഫാറ്റ്സ് കൊഴുപ്പിനെ കുറിച്ചും, പിന്നെ അതുപോലെ ഇപ്പം നമ്മൾ ഓരോന്നിനെക്കുറിച്ച് ഇങ്ങനെയൊക്കെ ഉള്ളത് ഇതാണ് ഈ ചാപ്റ്ററിൻ്റെ മെയിൻ കേട്ടോ. അപ്പം ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറയുന്ന രോഗം നമുക്ക് ഉണ്ടാവാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? അതിലെ ഓസ്റ്റിയോപൊറോസിസ് തടയാൻ പാല്, ചീസ്, തൈര്, ഇലക്കറികൾ തുടങ്ങിയ കാൽസ്യം അടങ്ങിയ ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കണം. ഇവ അസ്ഥികളെ ശക്തിപ്പെടുത്താൻ സഹായിക്കുന്നു. ഇത് നിങ്ങളുടെ അസ്ഥികളെ ആരോഗ്യകരവും ശക്തവുമായി നിലനിർത്തുന്നു. മലയാളം മീഡിയക്കാർക്ക് കേട്ടോ. ഇംഗ്ലീഷ് മീഡിയക്കാർക്ക് ഇവിടെ ഉണ്ടോ നിങ്ങളെ? ടു പ്രിവെൻറ്റ് ഓസ്റ്റിയോപൊറോസിസ് ഈറ്റ് കാൽസ്യം റിച്ച് ഫുഡ് ലൈക്ക് മിൽക്ക്, ചീസ്, യോഗട്ട് ആൻഡ് ലീഫി വെജിറ്റബിൾസ് കേട്ടോ. എന്ന് വെച്ചാൽ തൈരിനാണ് ഈ യോഗട്ട്. കേടെന്ന് നിങ്ങൾക്ക് അത് വായിക്കാൻ പറ്റുന്നില്ലെങ്കിൽ കേടെന്ന് എഴുതിയാൽ മതി നിങ്ങൾ. തൈര്, ലീഫി വെജിറ്റബിൾസ് അല്ലേ, എന്ന് വെച്ചാൽ ഇലക്കറികൾ, ഇതൊക്കെ കൂടുതലായിട്ട് കഴിക്കുക. ദീസ് ഹെൽപ്പ് ബിൽഡ് സ്ട്രോങ് ബോൺ. ദീസ് കീപ്പ് യുവർ ബോൺ ഹെൽത്തി ആൻഡ് സ്ട്രോങ് കേട്ടോ. അതിൻ്റെ ഓസ്റ്റിയോപൊറോസിസിൻ്റെ ആൻസറാണ് കുഞ്ഞുങ്ങളെ. അടുത്ത 46 ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ നമ്മൾ വായിച്ചത് വെച്ചിട്ട് ലാസ്റ്റ് ക്വസ്റ്റ്യന്. വൈ ആർ അയൺ ടാബ്ലറ്റ് സപ്ലൈഡ് ഇൻ സ്കൂള്? എന്തിനാണ് കുഞ്ഞുങ്ങളെ സ്കൂളിൽ അയൺ ഗുളികകൾ നിങ്ങൾക്കുണ്ടോ? സ്കൂളിൽ കിട്ടുന്നുണ്ടോ അയൺ ഗുളികകൾ? എന്തിനാണ് എല്ലാ വർഷവും നമ്മുടെ സ്കൂളുകളിൽ നിന്ന് തരുന്നുണ്ട്? എന്തിനാണ് തരുന്നത്? അയൺ ടാബ്ലറ്റ് ആർ ഗിവൺ ഇൻ സ്കൂൾസ് ടു പ്രിവെൻറ്റ് അനീമിയ. Iron help make hemoglobin which carries oxygen in the blood. Without enough iron, kids feel tired and weak. അല്ലേ? അതിപ്പോൾ തന്നില്ലേലും ഈ അവസ്ഥയൊക്കെ തന്നെ ആയിരിക്കും നമുക്കില്ലയോ കുഞ്ഞുങ്ങളെ? എന്ന് വെച്ചാൽ വിളർച്ച തടയാൻ സ്കൂളുകളിൽ അയൺ ഗുളികകൾ നൽകുന്നു അല്ലേ. രക്തത്തിൽ ഓക്സിജൻ വഹിക്കുന്ന ഈ ഹീമോഗ്ലോബിൻ ഉൽപ്പാദിപ്പിക്കാൻ ഇരുമ്പ് അതായത് അയൺ നമ്മളെ സഹായിക്കുന്നു അല്ലേ. ആവശ്യത്തിനുള്ള അയൺ ഇല്ലെങ്കിൽ കുട്ടികൾക്ക് ക്ഷീണവും ബലഹീനതയും ഒക്കെ അനുഭവപ്പെടുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അതിനാണ് സ്കൂളുകാർ അയൺ ഗുളികകൾ വിതരണം ചെയ്യുന്നത്. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? അപ്പോൾ ഇത്രയും നിങ്ങൾ ബാക്കി നമുക്ക് ഒരു പാർട്ടൂടെ ഇട്ടിട്ട് ഈ ചാപ്റ്റർ വൈൻഡപ്പ് ചെയ്യാം. അപ്പം നിങ്ങൾ എന്തുണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ പറയണം. മനസ്സിലായിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. ഇത് വൃത്തിയായിട്ട് എഴുതിയെടുക്കണേ കുഞ്ഞുങ്ങളെ. ഈ ചാപ്റ്ററിൻ്റെ 46 ക്വസ്റ്റ്യൻ ആൻസറാണ് നമ്മൾ തന്നിരിക്കുന്നത്. 3 പാർട്ടായിട്ടാണ് ഈ 46 ക്വസ്റ്റ്യൻ ആൻസർ തന്നിരിക്കുന്നത്. നിങ്ങളത് കയറി എഴുതി വൃത്തിയായിട്ട് സ്കൂൾ തുറക്കുമ്പോഴത്തേക്ക് ഒരു ബുക്ക് എടുത്ത് വൃത്തിയായിട്ട് ഇതങ്ങ് എഴുതിയെടുക്കണം കേട്ടോ. ഓക്കെ കുഞ്ഞുങ്ങളെ, താങ്ക് യു.